ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ അറൗണ്ട് എ പ്ലാനറ്റ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് വെലോസിറ്റി ഓഫ് എസ്കേപ്പ് ഓർ എസ്കേപ്പ് വെലോസിറ്റി. വെലോസിറ്റി ഓഫ് എസ്കേപ്പ് അല്ലെങ്കിൽ അതിനെ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കും. ഓക്കെ, ഇത് നമുക്ക് ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ തൊട്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ സാധാരണഗതിയിൽ നമ്മൾ എർത്തിൽ നിന്നും നമ്മളൊരു വസ്തുവിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വസ്തു ഇതൊരല്പ ദൂരം മുകളിലേക്ക് മൂവ് ചെയ്യുകയും അതിനുശേഷം സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്യും, തിരിച്ച് ഇത് ഡൗൺവേർഡ് ഡയറക്ഷനിൽ താഴേക്ക് തന്നെ ഇത് മൂവ് ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടാണ് മുകളിലേക്ക് എറിഞ്ഞ ഒരു വസ്തു തിരിച്ച് താഴോട്ടേക്ക് വരാനുള്ള കാരണം? ബിക്കോസ് എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ വസ്തുവിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. എർത്ത് ഈ വസ്തുവിൻ്റെ മുകളിൽ ഒരു ഗ്രാവിറ്റേഷണൽ പുള്ള് ഈ വസ്തുവിൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ എർത്ത് ഈ വസ്തുവിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ് ഈ വസ്തു എന്ത് ചെയ്യുന്നത്, ഒരല്പ ദൂരം മുകളിലേക്ക് മൂവ് ചെയ്യുകയും ഇതിൻ്റെ കൈനറ്റിക് എനർജി 0 ആയി, വെലോസിറ്റി 0 ആയി, അതിനുശേഷം തിരിച്ച് ഇതെന്ത് ചെയ്യുന്നത്, ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനുള്ള കാരണം. അതേസമയം സപ്പോസ് നമ്മൾ ഈ വസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക വെലോസിറ്റിയിലാണെന്ന് വിചാരിക്കുക. സച്ച് ദാറ്റ് ഈ വസ്തു ഒരിക്കലും എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം തിരിച്ച് ഇത് ഭൂമിയിലേക്ക് വരാത്ത രീതിയിലുള്ള ഒരു വെലോസിറ്റിയിലാണ് നമ്മളിതിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് സ്ഥിരമായി എന്ത് ചെയ്യും, ഇത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് പുറത്തേക്ക് ഇതിന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള വെലോസിറ്റിയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, സോ if a body is projected upwards, if a body is projected upwards with such a velocity, which will just take the body beyond the gravitational field of earth, beyond the gravitational field of earth, then it will never come back, and this velocity of the body is called the velocity of escape, okay. So now നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യാണ്. സപ്പോസ് ഇത് എർത്താണ്. എർത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ M ആയിട്ട് എടുക്കുകയാണ്. ഈ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇനി സപ്പോസ് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു സ്മോൾ r ഡിസ്റ്റൻസ് അകലെ, വേർ ദി സ്മോൾ r ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ R. സോ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു സ്മോൾ r ഡിസ്റ്റൻസ് അകലെ, സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ r ആയിട്ട് എടുക്കുകയാണ്. അകലെ ഒരു പാർട്ടിക്കിൾ, ഒരു മാസ്. ഓക്കെ, സപ്പോസ് ഈ മാസ് എന്ന് പറയുന്നത് സ്മോൾ m ആണെന്ന് വിചാരിക്കാം. നൗ അങ്ങനെയാണെങ്കിൽ ഈ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്മോൾ m മാസിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി എർത്തിൻ്റെ സെൻറ്ററിലേക്ക് അത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ ഫോഴ്സ് വിത്ത് വിച്ച് എർത്ത് അട്രാക്ട്സ് ദിസ് ബോഡി, the force with which the earth attracts the body of mass m. സ്മോൾ മാസുള്ള ഈ വസ്തുവിനെ എർത്ത് എത്ര ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് അട്രാക്റ്റ് ചെയ്യുന്നത്,
അപ്പോൾ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മൈനസ് ജി ഇൻറ്റു ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്, വേർ ക്യാപിറ്റൽ എം ഈസ് ദി മാസ് ഓഫ് എർത്ത്. ഓക്കെ, നൗ ഇങ്ങനെയാണെങ്കിൽ if this mass be moved through a distance dr, dr away from the earth, then the small work done on the body, അതായത് നമുക്കറിയാം ഇത് എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം, ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഈ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ പോയിൻ്റിലാണ് ഈ പറഞ്ഞ സ്മോൾ എം മാസുള്ള വസ്തുവുള്ളത്. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ സ്മോൾ എം മാസിനെ എർത്ത് അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ സ്മോൾ എം മാസിനെ നമ്മൾ ഇവിടെ നിന്ന് ഒരു വളരെ ചെറിയൊരു ഡിസ്റ്റൻസ്, ഒരു ഡി ആർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡി ആർ ഡിസ്റ്റൻസ് ഇതിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട സ്മോൾ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡി ഡബ്ല്യു എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എം മാസിനെ എർത്ത് അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അറിയാം. അപ്പോൾ അവിടെ നിന്ന് ഡി ആർ ഡിസ്റ്റൻസ് അതിനെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഡി ആർ ആയിരിക്കും. ഓക്കെ, സോ ദിസ് വിൽ ബി ദ വർക്ക്. നൗ സപ്പോസ് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുകയാണ്, in order that the body may not return to the earth, return to the earth, sufficient work must be done on it to impart the body so much kinetic energy that it moves to infinity. ഓക്കെ, അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തേക്ക് ഈ സ്മോളർ മാസിനെ മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാണെന്നുള്ളതാണ് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതായത് ദിസ് ബോഡി ഷുഡ് ബി പ്രൊജക്റ്റഡ് വിത്ത് എ വെരി ഹൈ കൈനറ്റിക് എനർജി സോ ദാറ്റ് ദിസ് ബോഡി വിൽ ഗെറ്റ് എസ്കേപ്ഡ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ field of earth. So therefore the work done in moving the body from the surface of earth to infinity, infinity എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തുള്ള പോയിൻ്റ് എന്നുള്ളതാണ്. അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് മൂലം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഏരിയയാണ് നമ്മളിവിടെ ഇൻഫിനിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ ഇൻഫിനിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക്. അപ്പം നമ്മളിങ്ങനെയാണ് അതിനെ കൺസിഡർ ചെയ്യുക ജനറലി. ഈ എർത്ത് അതിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു സ്മോളർ മാസ്. ഓക്കെ, എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇവിടെ ഈ ഇങ്ങനെ ഇരിക്കുന്ന എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു വസ്തുവിനെ എങ്ങോട്ടേക്കാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്, പ്രൊജക്റ്റ് ചെയ്യേണ്ടത്? ഇൻഫിനിറ്റിയിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. സോ ഈ ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസിൽ നിന്നും, ഇപ്പം നിലവിൽ ഈ വസ്തു ഉള്ളത് ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസ് ആണ്. ഈ ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസിൽ നിന്നും ഈ വസ്തുവിനെ ഇൻഫിനിറ്റിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വർക്കാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഡി ആർ ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക്. നമ്മൾ നേരത്തെ അറിയാം, ഇറ്റ് ഈസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഡി ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് in moving the object from capital R distance to infinity will be work is equal to integral r to infinity, r ൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് ജി എം എം ബൈ ആർ സ്ക്വയർ ഡി ആർ. ഈ സ്മോൾ വർക്കിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഓൺ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് വി വിൽ ഗെറ്റ്
ദിസ് ഈസ് gmm 1/r സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് -1/r ഫ്രം r to infinity. So this will give you gmm divided by r എന്ന് വരും. സോ എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു വസ്തുവിനെ ഇൻഫിനിറ്റിയിലേക്ക്, അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വർക്കാണ് gmm ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്താൽ ആ വസ്തുവിനെ നമുക്ക് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും അല്ലെങ്കിൽ ഇതിൽ കൂടിയ ഒരു കൈനറ്റിക് എനർജിയിലാണ് നമ്മൾ ഈ വസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ gmm/r തുല്യമോ അതിനേക്കാൾ കൂടിയ ഒരു കൈനറ്റിക് എനർജിയിലാണ് നമ്മൾ ഈ വസ്തുവിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്കിൽ ആ വസ്തു എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തേക്ക് പോകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കിങ്ങനെ പറയാം, എ ബോഡി ഓഫ് കൈനറ്റിക് എനർജി greater than this gmm/r would escape completely from the earth. Okay, അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഹാഫ് mv² ഈസ് ഈക്വൽ ടു gmm ഡിവൈഡഡ് ബൈ r എന്ന് ഇക്വേറ്റ് ചെയ്യാം. So half mv² is equal to gmm divided by r. സോ ഇതിനകത്ത് നമുക്ക് v എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ എമ്മും സ്മോൾ എമ്മും ക്യാൻസൽ ആവും. v എന്ന് പറയുന്നത് ഇറ്റ് ഈസ് √2gm ഡിവൈഡഡ് ബൈ r എന്ന് വരും. ഇനി നമ്മൾ ഈ ക്യാപിറ്റൽ എം മാസുള്ള എർത്ത് ഇതിൻ്റെ സർഫസിൽ സ്മോൾ എം മാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 6, ഇതായിരുന്നു ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ ഇത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് gmm ഡിവൈഡഡ് ബൈ r² ആണ്, വെൻ ദ ബോഡി ഈസ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. ദിസ് ഈസ് ഈക്വൽ ടു ഈ എം മാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ താഴേക്ക് എക്സേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് mg ആണ്. ഇത് തമ്മിൽ എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും. സോ ഇവിടുന്ന് നിങ്ങൾക്ക് g എന്ന് പറയുന്നത്, അല്ലെങ്കിൽ gr² എന്ന് പറയുന്നത് gm ആണെന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഈ gmന് പകരം gr² എന്ന് ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ v ഈസ് ഈക്വൽ ടു √2gmന് പകരം ഞാൻ gr² എന്ന് കൊടുക്കുന്നു ഡിവൈഡഡ് ബൈ r. സോ ദിസ് v ഈസ് ഈക്വൽ ടു √2gr എന്ന് വരും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുക. സോ ഇതിൽ ഏത് എക്സ്പ്രഷൻ? ഇതും എന്താണ്? എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷനാണ്. സോ ഇത്രയും വെലോസിറ്റിയിലാണ് നമ്മളൊരു വസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് എന്താണ്? എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. എർത്തിൻ്റെ കേസിലാണെങ്കിൽ, മറ്റ് പ്ലാനറ്റുകളുടെ കേസിലാണെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം എസ്കേപ്പ് വെലോസിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു ഫാക്ടർ g എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. എനിവേ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. ദെൻ ക്യാപിറ്റൽ M എന്ന് പറയുന്ന മാസ് ഓഫ് ദ പ്ലാനറ്റ് ആണ്. എർത്തിൽ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ എർത്തിൻ്റെ മാസ്സാണ്. അതുപോലെ ക്യാപിറ്റൽ R എന്ന് പറയുന്നത് പ്ലാനറ്റിൻ്റെ റേഡിയസ് ആണ്. അതായത് എർത്തിൽ നിന്നാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ എർത്തിൻ്റെ റേഡിയസ് ആണ്. അതായത് എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാനറ്റിൻ്റെ മാസിനെയും പ്ലാനറ്റിൻ്റെ റേഡിയസിനെയും മാത്രമാണ്. ഓക്കെ, അതേസമയം നമ്മളിപ്പോൾ ഒരു വസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറല്ല. അതായത് ഇപ്പോൾ ഒരു ചെറിയ മാസ് കുറഞ്ഞ ഒരു വസ്തുവിനെയും മാസ് കൂടിയ ഒരു വസ്തുവിനെയും എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന് കൊടുക്കേണ്ട എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ദി എസ്കേപ്പ് വെലോസിറ്റി. ഇനി എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഓക്കെ, സോ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്തിൻ്റെ കേസിൽ നമുക്കറിയാം എസ്കേപ്പ് v ഈസ് ഈക്വൽ ടു √2gr, 2 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8 ആണ്, ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത്. നമുക്കറിയാം റേഡിയസ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ 6.4 ഇൻറ്റു 10⁻⁶ മീറ്ററാണ്. ഓക്കെ, സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് 11.2 ഇൻറ്റു 10⁻³ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓർ ദിസ് ഈസ് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡിൽ ഒരു വസ്തുവിനെ എർത്തിൻ്റെ സർഫസിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എസ്കേപ്പ് ഔട്ട് ഓഫ് ദി എർത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഇനി
ഇപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്തത് നേരത്തെ ഹാഫ് mv² ഈസ് ഈക്വൽ ടു gmm ഡിവൈഡഡ് ബൈ r എന്ന് ഇക്വേറ്റ് ചെയ്തു. ഇത് ഏത് കേസിലാണ്? എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന, ഇത് ക്യാപിറ്റൽ എം മാസും ഇത് സ്മോൾ എം മാസും, എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തത്. ഇവിടെ നിന്നാണ് നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് √2gm ഡിവൈഡഡ് ബൈ r എന്ന് കിട്ടിയത്. അതേസമയം സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വസ്തു എർത്തിൽ നിന്നും എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു സ്മോൾ r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ഈ വസ്തുവിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്യുന്നത് ഹാഫ് mv² ഈസ് ഈക്വൽ ടു √gmm ഡിവൈഡഡ് ബൈ സ്മോൾ r എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ദിസ് വിൽ ബി √2gm ഡിവൈഡഡ് ബൈ സ്മോൾ r എന്നായിരിക്കും. ഇത് എർത്തിൻ്റെ സർഫസിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുള്ള കേസും ഇത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് അകലെ സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ റേഡിയസ് ഓഫ് എർത്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴുള്ള കേസും ഇത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഓർക്കുക. ഇവിടെയാണെങ്കിൽ ഈ കേസിൽ v ഈസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് √2gr എന്ന് എഴുതാം. പക്ഷേ ഈ കേസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് √2gr² ഡിവൈഡഡ് ബൈ സ്മോൾ r ആയിരിക്കും. ഇതാണ് ഈ രണ്ട് കേസുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന് എർത്തിൻ്റെ സർഫസിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നതും ഒന്ന് അതിന് മുകളിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന കേസും ഇത് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഓർക്കാം. ഇനി നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എർത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് എസ്കേപ്പ് വെലോസിറ്റി ഇൻ മൂൺ. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി ഇൻ മൂണാണ്. അപ്പോൾ ഈ മൂണിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gm ഡിവൈഡഡ് ബൈ r ആണ്. മൂണിൻ്റെ കേസിൽ 2 ഇൻറ്റു ജിയുടെ വാല്യൂ നമുക്കറിയാം 6.6 × 10⁻⁻11 ആണ്. മാസ് ഓഫ് മൂണാണ് വേണ്ടത്. മാസ് ഓഫ് മൂൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 7.34 × 10⁻22 കിലോഗ്രാമാണ്. ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് മൂൺ എന്ന് പറയുന്നത് 1.74 × 10⁻6 മീറ്ററാണ്. സോ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുക ഇറ്റ് ഈസ് 2.3722 km/s എന്ന് കിട്ടും. ഓക്കെ, അപ്പം എസ്കേപ്പ് വെലോസിറ്റി ഓഫ് മൂൺ 2.37 km/s ആണ്. നമുക്കറിയാം എർത്തിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി എർത്ത് എത്രയായിരുന്നു? 11.2 km/s ആയിരുന്നു. അതേസമയം എസ്കേപ്പ് വെലോസിറ്റി ഇൻ മൂൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2.37 km/s ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം എസ്കേപ്പ് വെലോസിറ്റി ഇൻ മൂൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/5 ഓഫ് എസ്കേപ്പ് വെലോസിറ്റി എർത്ത് ആണെന്ന് പറയാം. ഓക്കെ, ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1/5 ആണ്. നൗ അടുത്തത് ഈ എസ്കേപ്പ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് the existence of atmosphere around a planet. Existence of atmosphere around a planet. Existence of atmosphere around a planet. Okay. അപ്പോൾ ഇവിടെ നമുക്കറിയാം എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതേസമയം മൂണിന് എന്തില്ല? അറ്റ്മോസ്ഫിയർ ഇല്ല. അറ്റ്മോസ്ഫിയർ വളരെ റെയറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിയുടെ ടേംസിൽ നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് പറയുക. അറ്റ് ഓർഡിനറി ടെമ്പറേച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന റൂം ടെമ്പറേച്ചർ എന്നൊക്കെ എടുക്കാം. അറ്റ് ഓർഡിനറി ടെമ്പറേച്ചേഴ്സ് ദി RMS velocity of different gases നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് നമുക്കറിയാം RMS വെലോസിറ്റി റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് RMS വെലോസിറ്റി VRMS റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഈസ് എൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് √3kBT ഡിവൈഡഡ് ബൈ m ആണ്. ദിസ് ഈസ് ദി RMS വെലോസിറ്റി. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇത് ഡിഫറെൻറ്റ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസിൽ RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് VRMS ഓഫ് ആദ്യം നമ്മൾ ചെയ്യുന്നത് സപ്പോസ് ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കുക. ഹൈഡ്രജൻ ഗ്യാസ് മോളിക്യൂളിൻ്റെ കേസിൽ നമ്മൾ RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. സോ ദിസ് വിൽ ബി സ്ക്വയർ റൂട്ട് ഓഫ് 3 ഇൻറ്റു KB എന്ന് പറയുന്നത് 1.38 ഇൻറ്റു 10⁻⁻23 ആണ് ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്, ഇൻറ്റു ടെമ്പറേച്ചർ നമ്മൾ സപ്പോസ് 27 ഡിഗ്രി സെൽഷ്യസ് നോർമൽ ടെമ്പറേച്ചർ എന്നല്ലേ, 27 ഡിഗ്രി സെൽഷ്യസ് എടുക്കുകയാണ്. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 300 കെൽവിൻ ഡിവൈഡഡ് ബൈ മാസ്. ഹൈഡ്രജൻ്റെ മാസ്സാണ്, മോളിക്യൂളാണ്. സോ നമ്മൾ 2 അറ്റോമിക് മാസ് യൂണിറ്റ് എടുക്കും. അറ്റോമിക് മാസ് യൂണിറ്റിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻറ്റു 1.67 ഇൻറ്റു 10⁻⁻27. കാരണം 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ്. ഇതാണ് കൺവേർഷൻ. സോ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മാസ് 2 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 1.67 ഇൻറ്റു 10⁻⁻27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ ബി 1.928 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. അതായത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് RMS വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ RMS വെലോസിറ്റി ഓഫ് ഓക്സിജൻ മോളിക്യൂൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓക്സിജൻ വരുമ്പം ഇതേപോലെ തന്നെയാണ് കാൽക്കുലേഷൻ. 3 ഇൻറ്റു 1.38 ഇൻറ്റു 10⁻⁻23 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ ഓക്സിജൻ മോളിക്യൂൾ O2 ആണ്. സോ ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്ര വരും? 32 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഓക്സിജൻ O816 ആണ്. ഓക്സിജൻ ആറ്റം ആകുമ്പം 16 വരും, ഓക്സിജൻ മോളിക്യൂൾ ആകുമ്പോൾ 32 വരും. സോ ദിസ് ഈസ് 32 ഇൻറ്റു അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1.67 ഇൻറ്റു 10⁻⁻27 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ കേസിൽ നമുക്ക് കിട്ടുക ഇറ്റ് ഈസ് 0.48 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0.5 കിലോമീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ കാർബൺ ഡയോക്സൈഡിൻ്റെ കേസിൽ നമ്മൾ RMS വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. VRMS ഓഫ് കാർബൺ ഡയോക്സൈഡ്. സോ ദിസ് വിൽ ബി അഗെയിൻ റൂട്ട് ഓഫ് 3 ഇൻറ്റു 1.38 ഇൻറ്റു 10⁻⁻23 ഇൻറ്റു ടെമ്പറേച്ചർ ഈസ് 300 കെൽവിൻ ഡിവൈഡഡ് ബൈ കാർബൺ ഡയോക്സൈഡിൻ്റെ കേസിൽ O2-ൻ്റേത് 32, കാർബണിൻ്റേത് 12. സോ ടോട്ടൽ 44 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വരും. സോ ഇറ്റ് ഈസ് 44 ഇൻറ്റു 1.67 into 10⁻⁻27 kilogram, and on calculating this you will get it as 0.4 kilometer per second എന്ന് കിട്ടും. 0.4 kilometer per second. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് ഈ RMS വെലോസിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ കേസിൽ ഏകദേശം 2 കിലോമീറ്റർ പെർ സെക്കൻഡിനടുത്താണ്. അതേസമയം ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും കേസിൽ രണ്ടിനും ഏകദേശം 0.5 കിലോമീറ്റർ പെർ സെക്കൻഡ് എടുത്താണ്. ഒന്ന് 0.48, ഒന്ന് 0.4 വരുന്നു. ജനറലി നമുക്ക് പറയാം ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും RMS വെലോസിറ്റി എന്ന് പറയുന്നത് 0.5 കിലോമീറ്റർ പെർ സെക്കൻഡിൻ്റെ അടുത്തായിരുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എർത്തിൽ നിന്നും ഒരു വസ്തുവിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എർത്തിൽ ഉള്ള ഒരു വസ്തുവിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അതായത് എർത്തിലുള്ള ഒരു വസ്തുവിന് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡോ അതിൽ കൂടിയ വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇതിന് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ പുറത്തേക്ക് പോകാം എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയ ഗ്യാസസിൻ്റെ ഒക്കെ RMS വെലോസിറ്റി എന്ന് പറയുന്നത് 2 കിലോമീറ്റർ പെർ സെക്കൻഡ്, 0.5 കിലോമീറ്റർ പെർ സെക്കൻഡ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ എർത്തിൻ്റെ സർഫസിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദീസ് ഗ്യാസസ് വിൽ റീറ്റെയിൻ ഓൺ ദി അറ്റ്മോസ്ഫിയർ ഓഫ് എർത്ത്. അതുകൊണ്ടാണ് എർത്തിന് എന്തുണ്ടെന്ന് പറയുന്നത്? നമ്മൾ എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ടെന്ന് പറയുന്നത്. ബിക്കോസ് ദീസ് ഗ്യാസസ് എക്സിസ്റ്റ് ഓർ ദീസ് ഗ്യാസസ് കനോട്ട് എസ്കേപ്പ് ഔട്ട്സൈഡ് ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത്. ഇനി പക്ഷേ ഇതിന് ഒരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ വാട്ടർ വേപ്പറിൻ്റെ ഡിസോസിയേഷൻ. വാട്ടർ വേപ്പർ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ടർ വേപ്പർ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും വാട്ടർ തന്നെയാണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനുമാണ് ഉണ്ടാവും. ഈ വാട്ടർ വേപ്പർ ഡിസോസിയേറ്റ് ചെയ്ത് വരുന്ന ഹൈഡ്രജൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമ്മൾ ഈ പറയുന്ന RMS വെലോസിറ്റിയേക്കാളൊക്കെ വളരെ കൂടുതലായിരിക്കും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം വാട്ടർ വേപ്പർ ഡിസോസിയേറ്റ് ചെയ്ത് വരുന്ന ഹൈഡ്രജൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം എസ്കേപ്പ് വെലോസിറ്റിയുടെ റേഞ്ചിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ വാട്ടർ വേപ്പർ ഡിസോസിയേറ്റ് ചെയ്ത് വരുന്ന ഹൈഡ്രജൻ്റെ ഒരു മേജർ പോർഷനും എന്ത് ചെയ്യപ്പെടും? എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നും എസ്കേപ്പ് ചെയ്യപ്പെടും. അതേസമയം ഓക്സിജൻ എന്ത് ചെയ്യപ്പെടും? എർത്തിൽ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ പ്രസൻസ് കൂടുതലുണ്ടാവാനുള്ള കാരണം. അതായത് വാട്ടർ വേപ്പർ ഡിസോസിയേറ്റ് ചെയ്ത് വരുന്ന ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഇതിൻ്റെ ഹൈഡ്രജൻ്റെ RMS വെലോസിറ്റി എന്ന് പറയുന്നത് ഏകദേശം എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ റേഞ്ചിലായിരിക്കും. സോ ഹൈഡ്രജൻ എന്ത് ചെയ്യപ്പെടും? മെജോറിറ്റി പോർഷൻ ഹൈഡ്രജൻ എസ്കേപ്പ് ചെയ്യപ്പെടുകയും ഓക്സിജൻ മാത്രം ഇവിടെ റീറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ്റെ പ്രസൻസ് കൂടുതലായിട്ടും ഉണ്ടാവാനുള്ള കാരണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേസമയം നമ്മളിപ്പോൾ ഇവിടെ കണ്ടു മൂണിൻ്റെ കേസിൽ മൂണിൽ ഉള്ള എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ഏകദേശം 2.37 km/s. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഗ്യാസസിനൊക്കെ തന്നെയും ഹൈഡ്രജൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് 2 km/s ആയിരുന്നു. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ 0.5 km/s ആണ്. സോ ഹൈഡ്രജനൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യപ്പെടും? ഈ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നും മൂണിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്നും എന്ത് ചെയ്യപ്പെടും? എസ്കേപ്പ് ചെയ്യപ്പെടും. മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യപ്പെടും. അതുപോലെ തന്നെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ 0.5 km/s എന്ന് പറഞ്ഞാലും നമ്മളെടുത്ത ടെമ്പറേച്ചറൊക്കെ ഐഡിയൽ 27 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ എടുത്തിരിക്കുന്നത്. സോ ടെമ്പറേച്ചറൊക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ ഈ ടെമ്പറേച്ചർ തുടങ്ങിയ ഫാക്ടേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എർത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എസ്കേപ്പ് വെലോസിറ്റി മൂണിൽ 1/5 ഉള്ളൂ. അതുകൊണ്ട് തന്നെ മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും ഈ ഗ്യാസസിനൊക്കെ ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യപ്പെടാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് മൂണിൽ അറ്റ്മോസ്ഫിയർ കാണപ്പെടാത്തതും എർത്തിൽ അറ്റ്മോസ്ഫിയർ കാണുന്നതിനുമുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ പറയാം. At ordinary temperatures, the RMS velocity of hydrogen is 2 km/s. O2 and CO2 is 0.5 km/s. And this is much below the escape velocity near the earth. This is much below the escape velocity near the earth, and hence the atmosphere is retained on earth's surface. ഇപ്പോൾ എർത്തിൻ്റെ സർഫസിൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാവാനുള്ള കാരണമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. Now, but there may be some leakage of hydrogen. എങ്ങനെയുള്ള ഹൈഡ്രജൻ ആണ്? ഫോംഡ് ഫ്രം ദി ഡിസോസിയേഷൻ ഓഫ് വാട്ടർ വേപ്പർ. Have a chance to escape from the gravitational field of earth. But oxygen will be retained on the earth's atmosphere. Oxygen is retained on the earth's atmosphere. Probably due to this an excess of oxygen is found on the earth's atmosphere. Due to this, an excess of oxygen is found on the earth's atmosphere. Now, മൂണിൻ്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ the escape velocity for moon is nearly 2 km/s.
hence molecules of hydrogen, ഹൈഡ്രജൻ്റേത് 2 km/s ആണ്. hence the molecules of hydrogen can easily escape out of moon's atmosphere. Further, അതുപോലെ തന്നെ the molecules of other gases having high velocity will also leak from its atmosphere. And this explains the rarity or the lack of atmosphere at moon's surface. ഓക്കെ, അപ്പം മൂണിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതിൻ്റെ കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ ജനറലി നമുക്കിങ്ങനെ പറയാം, ദാസ് ദി ഗേഷ്യസ് അറ്റ്മോസ്ഫിയർ cannot be retained on smaller planets or satellites which have escape velocity much lower. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി വളരെ കുറവുള്ള പ്ലാനറ്റുകൾക്ക് എന്തുണ്ടാവില്ല, അറ്റ്മോസ്ഫിയർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം. സോ ഇത്രയും കാര്യങ്ങളാണ് എസ്കേപ്പ് വെലോസിറ്റിയെ സംബന്ധിച്ചും പ്ലാനറ്റിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ എക്സിസ്റ്റൻസിനെ സംബന്ധിച്ചും പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.